പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ. ഈശോയ്ക്കേറെ പ്രിയ സഹോദരനെ, രക്ഷിതാവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ അവിടുത്തെ ജനന തിരുനാളിനായി നമ്മൾ ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അവിടുത്തെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന അവസരത്തിൽ കർത്താവായ യേശുവേ, നീ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനം കേൾക്കുവാനായി നമ്മുടെ മനസ്സിനെ ശരീരത്തിൽ ഒരുക്കാം. പൗലോസ് ലീഗ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം തിരുവചനം. ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തു നൽകിയ സ്ഥൈര്യത്തിലേക്കും കർത്താവും നിങ്ങളെ നയിക്കട്ടെ. ഹല്ലേലൂയ. ഇനി എന്താണ് ദൈവത്തിന്റെ സ്നേഹം? നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? ഒരു മകൻ വിളിക്കുമ്പോൾ അപ്പൻ ഓടിയെത്തുന്നത് പോലെ സർവശക്തനും കാരുണ്യവാനുമായ നല്ല തമ്പുരാൻ നാം വിളിക്കുമ്പോഴൊക്കെ ഓടിയെത്തുന്ന ഒരു ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനം പറഞ്ഞു വയ്ക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. പ്രിയരെ, ദൈവ സ്നേഹം തന്നെയായി ബൈബിളിൽ നമുക്ക് ഒരാളെ കാണാൻ സാധിക്കുന്നത് മറ്റാരുമല്ല, കർത്താവായ യേശുമിശിഹ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹം തന്നെയായ യേശുമിശിഹ നമുക്കൊക്കെ ഒരു പാഠമായി നിന്നുകൊണ്ട് നമുക്കൊക്കെ ഒരു പാഠം കാണിച്ചു തരികയാണ്. ഒരു പക്ഷേ നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമുക്ക് എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. എല്ലാ സുഖസൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഈശോയ്ക്ക് സുഖസൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. സുഖസൗകര്യങ്ങളൊന്നുമില്ലാതെ ഈശോ എവിടെയാണ് ജനിച്ചത്? ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിലാണ് ഈശോ ജനിച്ചത്. പശുക്കളെല്ലാം ഉള്ളൊരു കാലിത്തൊഴു, ധാരാളം പശുക്കളുള്ള ഒരു കാലിത്തൊഴു. ആ തൊഴുത്തിൽ ഈശോ ഭൂജാതനായെങ്കിൽ എന്റെ പ്രിയരെ, നമ്മൾ ഈശോ മിശിഹ കാൽവരി രാത്രിയിലും അതാണ് നമുക്ക് മാതൃക ആയിട്ട് കാണിച്ചു തരുന്നത്. ദൈവ സ്നേഹം തന്നെയായ ഈശോയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്, തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ ഈശോ മടി കാണിച്ചില്ല. തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ ഈശോ മടി കാണിച്ചില്ല. ചാട്ടവാറടി ഏറ്റപ്പോഴെല്ലാം
ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് ക്ഷമിച്ച് ഇവരെ ശിക്ഷിക്കല്ലേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈശോ തമ്പുരാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്തെന്ന് വച്ചാൽ, കർത്താവായ ഈശോ മിശിഹ അവിടുന്ന് സ്നേഹം തന്നെയാണ്. നമുക്ക് ഇനി ദൈവ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ മിശിഹ അവിടുന്ന് സ്നേഹം തന്നെയാണ്. കുരിശിൽ ലോകത്തെ രക്ഷിച്ച അളവറ്റ കാരുണ്യമാണ് അവിടുന്ന്. ഇന്നത്തെ സുഗന്ധജപമായി നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ലൊരു സുഗന്ധജപമാണ്, ദൈവസ്നേഹത്തിൻ്റെ മാതൃക ഞങ്ങൾക്കായി കാണിച്ചു നൽകിയ ഈശോയെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുവാനുള്ള കൃപ, ഞങ്ങളെല്ലാവരും പരസ്പരം സ്നേഹിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി കൃപ ലഭിക്കും. ഞങ്ങൾക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയായി തീർന്ന ഈശോയെ, സ്നേഹം തന്നെയായി തീർന്ന ഈശോയെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കരുണയുള്ള ഈശോയെ സ്നേഹത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ആ പാത പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹാലേലുയ. യേശുവേ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാവൻ. ദൈവം തരുന്നതും ദൈവം അനുവദിക്കുന്നതും ദൈവം ആശീർവദിക്കുന്നതും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ സകലദാസനായി ഈശോ മിശിഹ കുരിശിൽ ലോകത്തെ രക്ഷിച്ച കർത്താവ് ഇടയാക്കട്ടെ.